അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എപ്പോഴും എല്ലാ സമയത്തും പാലിച്ച് ജീവിക്കാൻ എന്നോടും നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യണം. പരിശുദ്ധ ഖുർആനിലെ 73-ാമത്തെ അധ്യായം സൂറത്തുൽ മുസമ്മില്, അതിൻ്റെ 4 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ചെറിയ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം മുതൽക്ക് തന്നെ ഒന്ന് ഓതി തുടങ്ങാം. നിങ്ങൾ ഖുർആൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ഖുർആൻ ഓപ്പൺ ചെയ്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا. ഒന്നുകൂടി ഇന്നോതുന്ന ഭാഗം. إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا. പാരായണം ശ്രദ്ധിക്കുക. ഇന്ന ശബ്ദമുള്ള നൂന് മണിച്ചോദ. സനുൽഖി ഖാ ഖാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അലൈക ഖൗലൻ സഖീല. ഖൗലൻ അവിടെ ഇഖ്ഫാ ആയിട്ട് അവ്യക്തമായിട്ട് മണിച്ചോദ. തൻവീനു ശേഷം സാ ലെറ്റർ വന്ന കാരണത്താൽ ഖൗലൻ സഖീല. ഇന്ന നാശിഅത്തൽ ലൈൽ. ഇന്ന ശബ്ദമുള്ള നൂന് മണിച്ചോദ. നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്വഅൻ ചേർത്തും മണിച്ചോദ. തൻവീന് ശേഷം വാവ് വരുമ്പോൾ അവിടെ ചേർത്തും മണിച്ചോദ. ഖാഫിന് സുക്കൂന്റെ മുന്ന് സ്ട്രെസ് ആയിരുന്നു, കട്ടി കൂട്ടി ഉച്ചരിക്കുക. ഇന്നലക ശദ്ദലനൂന് മണിച്ചോദ. ഫിന്നഹാരി ശദ്ദലനൂൻ അവിടെയും. സബ്ഹാൻ ത്വവീല. സ്വബ്ഹാൻ ത്വ അവിടെ ഇഖ്ഫായിട്ട് അവ്യക്തമായിട്ട് മണിച്ചോദ. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. ഇലൈഹി തബ്തീല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാ? ഞാൻ 3 ആയത്ത് പറഞ്ഞ 4-ാമത്തെ ആയത്ത് ഒന്ന് വിശദീകരിക്കാം. അടുത്ത ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ, കും എഴുന്നേൽക്കണം, രാത്രിയിൽ എഴുന്നേറ്റ്, കുമില്ലയിൽ ഇല്ല ഖലീൽ, രാത്രിയുടെ കുറച്ച് ഭാഗം എന്ത് ചെയ്യണം? രാത്രിയിൽ നിന്ന് കൂടുതൽ സമയം നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കണം. കുമില്ലയിൽ, എഴുന്നേറ്റ് നിസ്കരിക്കുക, രാത്രി നിസ്കരിക്കുക. ഇല്ല ഖലീല,
കുറച്ച് അതിൽ നിന്ന്. അപ്പൊ കുറച്ച് ഭാഗം മാത്രം ആ, ഉം, പിന്നെ ഉറങ്ങുകയും ബാക്കി കൂടുതൽ സമയം നിസ്കരിക്കാൻ വേണ്ടി രാത്രിയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിസ്ബഹു അല്ലെ പകുതി, അല്ലെങ്കിൽ അവിൻഖുസ് അതിനേക്കാൾ കുറച്ച് ഏർ, നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാളേറെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സമയത്തായിരിക്കും കൊണ്ടുകൊണ്ട് കൂടുതലൊന്നും പറയാത്തത്. രാത്രി നിസ്കാരവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ അത് കൽപ്പിക്കപ്പെട്ട വിഷയങ്ങളും അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ, നാലാമത്തെ ആയത്തിൽ വറത്തിലിൽ ഖുർആന തർത്തീല, ആ ഭാഗമാണ് ഒന്ന് വിശദീകരിക്കാൻ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് സൂചിപ്പിച്ചത്. ആ, വറത്തിൽ, റത്തല യുറത്തിൽ, നിർത്തി നിർത്തി സാവകാശം സ്ലോയിൽ ഓതുന്നതിനാണ് തർത്തീൽ എന്ന് പറയുന്നത്. റത്തല യുറത്തിലു തർത്തീൽ എന്നുള്ളത്. അപ്പൊ ഖുർആനിനെ വളരെ സാവകാശത്തിൽ നിർത്തി നിർത്തി അതിനെ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. എന്താണ് അവിടെ നിർത്തി നിർത്തി സാവകാശത്തിൽ എന്നൊക്കെ പറയുന്നത്? അവിടെ നിർത്തുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓ, പിന്നെ ഏ, പാരായണം ചെയ്യുമ്പോൾ ഓരോ പിന്നെ വേർഡ്സുകളും പറഞ്ഞ് നിർത്തുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഖുർആനിന്റെ ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് റത്തലയുറത്തിൽ എന്നുള്ളത്. തെർത്തിയിലോടുകൂടി ഓതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നത് കാണാൻ സാധിക്കും. ഒന്ന് പറഞ്ഞ പോലെ നിർത്തി, മറ്റൊന്ന് അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ വ്യക്തമാവുന്ന രൂപത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശദീകരണം. അപ്പോൾ ഓരോ അക്ഷരത്തിന് അതിൻ്റെ ഓരോ സിഫാത്തുകളുണ്ട്. ഓരോ അക്ഷരങ്ങൾ പറയുന്ന അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾ അതിന് മഹ്റജ് എന്ന് പറയും. ഓരോ അക്ഷരങ്ങളുടെ എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം, എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, നാവ് എങ്ങനെ വെക്കണം, എവിടെ വെക്കണം, എവിടെ എവിടെ നാവിന് എങ്ങനെയാണ് അതിൻ്റെ റോൾ എന്നുള്ളതിനെ കുറിച്ച്, അതാണ് സിഫാത്ത് എന്ന് പറയുക. ഓരോ ഹർഫിനും ഓരോ സിഫത്തുകളുണ്ട് ഇതിൻ്റെ. അതൊരു തജ്വീദ് നിയമത്തിൽ അഥവാ ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു അറിവ് തന്നെയുണ്ട്. ഒരു ശാസ്ത്രം, ഇൽമു തജ്വീദ് എന്ന് പറയും, പാരായണ ശാസ്ത്രം. അത് വലിയ ഒരു അറിവാണ്. വലിയ വലിയ കിതാബുകൾ, വലിയ വലിയ പുസ്തകങ്ങൾ തന്നെ ഇൽമു തജ്വീദിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ അക്ഷരങ്ങൾ അതിനെ കൃത്യമായിട്ട് ഉച്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഐന്, ഐന്, ദ്വാദ്, അങ്ങനത്തെ ദ്വാദ്, അങ്ങനത്തെ അക്ഷരങ്ങളൊന്നും വേറെ ഒരു ഭാഷയിലില്ല അറബിയിലല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആളുകൾക്ക് അത് ചെറുപ്പത്തിൽ തന്നെ ശീലിക്കാതെ വരുന്ന ആളുകൾക്ക് പല ലെറ്റേഴ്സും അത് പിന്നീട് ഓതി ക്ലിയർ ആക്കാൻ കഴിയാറില്ല. ഇപ്പം ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്ത് വരുന്ന ആളുകളൊക്കെ അവരെ അള്ളാഹു എന്ന ഉച്ചാരണം തന്നെ പഠിപ്പിക്കാൻ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒരു കൈമാറി വരുന്ന ഒരു രീതിയുണ്ട് ഖുർആനിൻ്റെ. അപ്പോൾ അതാണ് അതിലൊരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിർത്തി ഓരോ വാക്കുകളും അക്ഷരങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണത്തിൽ ഓരോ ലെറ്റർ പെറുക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു റസൂൽ ഓതാറുണ്ടായിരുന്നു, പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അള്ളാഹുൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സയ്യിനു അസ്വാതക്കും ബിൽ ഖുർആൻ, നിങ്ങളുടെ ശബ്ദം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തെ നന്നാക്കുക എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായി എങ്ങനെ നമുക്ക് ഓതാൻ പറ്റുമോ ആ അർത്ഥത്തിൽ ഓതുക എന്നുള്ളത്. ഓതുക എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ട്യൂണിൽ, ഏറ്റവും നല്ല സംഗീതാത്മകമായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതിൻ്റെ പാരായണ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഖുർആനിൻ്റെതായ ഒരു ശൈലിയിൽ അതിനെ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗദ്യവും പദ്യവും അല്ലാത്ത മൂന്നാമത്തെ ഒരു രീതിയാണല്ലോ ഖുർആനിൻ്റെ രീതി. ഇപ്പോൾ ഖുർആൻ്റെ പാരായണ സ്വഭാവം മറ്റുള്ളതിനൊന്നും, പാട്ടാണോ അല്ല, കഥയാണോ അല്ല. അപ്പോൾ അത് രണ്ടുമല്ലാത്ത ഒരു രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ ഖിയാമയിൽ പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത് വരുന്നുണ്ട് ആ സൂറ. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന.
അവിടെ നിന്നെ ധൃതി പിടിച്ചുകൊണ്ട് നിന്റെ നാവിനെ നീ എന്താക്കേണ്ട ചലിപ്പിക്കേണ്ടതില്ല. തീർച്ചയായും ഖുർആനിനെ താങ്കളുടെ മേൽ അത് പാരായണം ചെയ്തു തരിക, അത് പറഞ്ഞു തരിക, അത് പഠിപ്പിച്ചു തരിക എന്നുള്ളതൊക്കെ നമ്മുടെ മേലുള്ള ബാധ്യതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഒരു തർത്തീലായി ഓതുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായി കൊണ്ട് ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുന്ന രീതിയാണ് തദബ്ബുർ ചെയ്യുക എന്ന് പറയും. തഫക്കുർ, തദബ്ബുർ, തഅമ്മുൽ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതാണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൂറത്തുൽ പിന്നെ അള്ളാഹിന്റെ റസൂലിനോട് പറയുന്ന ഒരു വാക്കാണ് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക് വറത്തൽനാഹു തർത്തീല. സൂറത്തുൽ ഫുർഖാനിൽ കാണാൻ സാധിക്കും. നിന്റെ ഹൃദയത്തെ ഈ ഖുർആൻ കൊണ്ട് അത് ഉറപ്പിച്ച് നിർത്തുക. ഞാൻ നാം അത് കൃത്യമായും എന്തായിട്ടുണ്ട്, വളരെ സാവകാശത്തിൽ നാം നിനക്കത് ഓതിത്തരും, അത് ശരിക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ പഠിപ്പിച്ചു തരും എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിക്ക് ഓതിക്കൊടുത്ത രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സഹാബത്ത് കേട്ട രീതി, സഹാബത്ത് അടുത്ത തലമുറയ്ക്ക്, താബിഈങ്ങൾക്ക്, തബഅ താബിഈൻ, അങ്ങനെ ഒരു കൈമാറി വന്ന ഒരു രീതിയും ശൈലിയുമുണ്ട്. അതാണ് ഖുർആനിൻ്റെ പല വാക്കുകളും അല്ലെങ്കിൽ പല ഉച്ചാരണങ്ങളൊക്കെ ആ രൂപത്തിലാണ് നമ്മളിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വലിയ ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് അതിലൊന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വറത്തിലിൽ ഖുർആന തർത്തീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു ഇന്ന, തീർച്ചയായും നാം, സനുൽഖി, സ വഴിയെ, പിന്നീട്, നുൽഖി, നാം ഇട്ടു തരുന്നു. അൽഖാ യുൽഖി എന്ന് വെച്ചാൽ നൽകുക, പിന്നെ ഇടുക എന്നൊക്കെയാണ് അർത്ഥം. ഇന്നാ സനുൽഖി എന്ന് പറയുമ്പോൾ തീർച്ചയായും നാം വഴിയെ, പിന്നീട് തരും, നൽകും എന്നൊക്കെ അർത്ഥം. ഇന്നാ സനുൽഖി അലൈക, താങ്കൾക്ക്. ഇന്നാ സനുൽഖി അലൈക, താങ്കൾക്ക് വഴിയെ, പിന്നീട് നാം ഇട്ടുതരും അല്ലെങ്കിൽ നൽകും. ഖൗലൻ, ഖൗൽ എന്ന് വെച്ചാൽ വാക്ക്. ഖാല യഖൂല് ഖൗൽ എന്നാണ്. ഖാല പറഞ്ഞു, യഖൂല് പറയുന്നു, ഖൗല് പറയൽ, വാക്ക് എന്നൊക്കെയാണ്. ഖൗലൻ സഖീലൻ, ഖൗലൻ സഖീലൻ, ഭാരമുള്ള. സഖീൽ എന്ന് വെച്ചാൽ ഭാരം, വെയിറ്റ് ഉള്ളതിനാണ് സഖീൽ എന്ന് പറയാം, കനം കൂടിയത്. ഖൗലൻ സഖീൽ. അപ്പൊ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, തീർച്ചയായും താങ്കൾക്ക് നാം ഭാരമുള്ള വചനം ഇട്ടുതരുന്നതാണ്. നിശ്ചയമായും കനപ്പെട്ട, ഭാരം നിറഞ്ഞ വചനം താങ്കൾക്ക് നാം ഇതാ തരാൻ പോകുന്നു, നൽകാൻ പോകുന്നു എന്നർത്ഥം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഇന്ന നാശിഅത്തൽ ലൈൽ, ഇന്ന തീർച്ചയായും, നാശിഅത്ത് എന്ന് പറയുന്നത് ഇപ്പം രാത്രിയിലുള്ള നിസ്കാരത്തിനും രാത്രിയിലുള്ള ഖുർആൻ പാരായണത്തിനും അതേപോലെ തന്നെ രാത്രിയിൽ എഴുന്നേൽക്കുന്നതിനുമുള്ള, രാത്രിയിലെ സമയത്തിനും രാത്രിയിൽ എഴുന്നേൽക്കുന്നതിനൊക്കെ പറയുന്ന ഒരു പദമാണ്, വേർഡാണ് നാശിഅത്ത് എന്നുള്ളത്. ഇപ്പം ഇന്ന നാശിഅത്തല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായും രാത്രിയിലുള്ള എഴുന്നേൽക്കൽ, ഇന്ന നാശിയത്തല്ലേൽ, രാത്രിയിലുള്ള നിസ്കാരത്തിന് വേണ്ടിയുള്ള ആ പുറപ്പാട്, ആ എഴുന്നേൽക്കൽ, അതാണ് ഇന്ന നാശിയത്തല്ലേൽ എന്ന്. ഹിയ, അത്, അഷദ്, അത് വളരെ കഠിനമായതാണ്. അഷദ്, ഷദീദ് കേട്ടില്ലേ? ഷദീദ് വെച്ചാൽ കഠിനം, അഷദ് വെച്ചാൽ ഏറ്റവും കഠിനം. അത് കഠിനമായതാണ്, അത് ശക്തമായതാണ്. എന്താണ്? വത്വഅൻ, വത്വഅൻ വഅഖ്വമു ഖീല. വത്വഅൻ, വത്വഅൻ എന്ന് വെച്ചാൽ സ്വാധീനം, സമ്മർദ്ദം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ രാത്രിയിൽ ഉള്ള നിസ്കാരം, രാത്രിയിൽ എഴുന്നേൽക്കൽ എന്ന് പറയുന്നത് അത് ശക്തമായ ഒരു പിന്നെ സമ്മർദ്ദം ചെലുത്തുന്നതാണ്, ശക്തമായി സ്വാധീനിക്കുന്നതാണ്. വ അഖ്വമു, അതേപോലെ തന്നെ അത് കൂടുതൽ ശരിയായതുമാണ്, കൂടുതൽ ചൊവ്വായതുമാണ്. അഖ്വം, ഏറ്റവും നേരെയായത്, ഏറ്റവും ചൊവ്വായത്, ഏറ്റവും ശരിയായത് എന്നതാണ് അഖ്വം എന്നുള്ള അർത്ഥം. ഖീലൻ, ഖീലൻ വാക്ക്, വചനം എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇന്ന നാശിയത്തെ ലൈലി ഹിയ അഷദ്ദു വത്വഅൻ വ അഖ്വമു ഖീല, തീർച്ചയായും
രാത്രിയിലുള്ള നിസ്കാരം അല്ലെങ്കിൽ രാത്രിയിലുള്ള ഈ എഴുന്നേൽക്കൽ എന്ന് പറയുന്നത് അത് മനസ്സിനെ അത് കൂടുതൽ സ്വാധീനം ചെലുത്തി സമ്മർദ്ദം ചെലുത്തുന്നതും അതേപോലെ തന്നെ വാക്കുകൾ കൂടുതൽ ചൊവ്വായതുമാകുന്നു. അഖ്വ മുഖീല, ഏറ്റവും ഏറ്റവും നന്നായ ഏറ്റവും ചൊവ്വായ രൂപത്തിലുള്ള വാക്കുകളുമാകുന്നു. എന്താണ് പറഞ്ഞതിനർത്ഥം? ഒന്ന്, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, തീർച്ചയായും നാം ഈ ഖുർആനിനെ താങ്കൾക്ക് നാം ഇട്ട് അള്ളാഹു റസൂലിനോട് പറയാണ്. എങ്ങനെയാണ്? ഖൗലൻ സഖീല, ഭാരമുള്ള, കഠിനമായ അല്ലെങ്കിൽ ശക്തമായ, കനം തൂങ്ങിയ, ഉം, അങ്ങനെയുള്ള വചനം ഇതാ താങ്കൾക്ക് ഞാൻ തരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഖുർആനിൻ്റെ വചനങ്ങളല്ല ഭാരം എന്ന് പറയുന്നത്, നേരെ മറിച്ച് ഖുർആനിൻ്റെ വിധിവിലക്കുകളാണ്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ കുറേ സ്ഥലത്ത് പറയുന്നത് കാണാൻ സാധിക്കും, ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ഒരുക്കമുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഖുർആന്റെ പാരായണം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നതൊക്കെ അതെന്താണ്? അതൊക്കെ എളുപ്പമാണ്. പക്ഷേ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിധിവിലക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? അത് ശരിക്കും വളരെ പ്രധാന ഭാരമുള്ളതാണ്. അതിൻ്റെ ശരിക്കും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുണ്ട്, മസ്ഊലിയത്ത് ഉണ്ടല്ലോ, അത് ശരിക്കും എന്താണ്? അത് കനപ്പെട്ടതാണ്. ഖുർആനിൻ്റെ ഓരോ വചനങ്ങൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ, ഈ ഖുർആനിനെ നാം അങ്ങനെ ഒരു പർവ്വതത്തിന് മുകളിലാണ് ഇറക്കുന്നതെങ്കിൽ ആ പർവ്വതം പോലും പേടിച്ച് എന്തായി വിറച്ച്, പർവ്വതം പോലും എന്തായി പോകും, പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഖുർആനിൻ്റെതായ ആ ഒരു ആശയം, അതിൻ്റെ ആ ഒരു വിധിവിലക്കുകൾ, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത്, ഖുർആൻ അത് ദഅവത്ത് ചെയ്യുക എന്ന് പറയുന്നത്, ഖുർആൻ അത് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അത് വലിയൊരു ഭാരമുള്ളതാണ്. അത് നിസ്സാരമായൊരു കാര്യമല്ല. ഖുർആനിനെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു, ഇപ്പം നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോർമൽ അള്ളാഹുവിൻ്റെ റസൂൽ 40 വയസ്സ് വരെ അള്ളാഹിൻ്റെ റസൂലിന് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യനാണ്, അൽ അമീനാണ്. എല്ലാവരും എല്ലാ പ്രശ്നത്തിനും ഇടപെടുത്തുന്ന ഒരാളാണ്. അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഖുർആൻ ലഭിക്കുകയും ഖുർആൻ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അപ്പം ശരിക്കും അതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത് അങ്ങനെ അർത്ഥത്തിൽ നമുക്ക് പറയാം. മറ്റൊന്ന്, വഹി എന്ന് പറയുന്നത് തന്നെ എന്താണ്? വലിയൊരു ഭാരം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്, കഠിനമായ ശക്തമായ, ആയിഷ ബീബി പറയുന്നത്, ശക്തമായ തണുപ്പുള്ള സമയത്ത് അള്ളാഹിൻ്റെ റസൂലിന് വഹി ഇറങ്ങുന്ന സമയത്ത് പോലും അള്ളാഹിൻ്റെ റസൂൽ എന്താവും? വേർത്തൊലിക്കുമായിരുന്നു എന്നാണ്. കഠിനമായ തണുപ്പുള്ള സമയത്ത് പോലും വഹി ഇറങ്ങുമ്പോൾ എന്താവും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും വേർത്ത്, നമ്മൾ പറയൂല, ആകെ വേർത്ത് കുത്തി ഒലിക്കുക എന്നൊക്കെ പറയൂലേ, അതേപോലെ അവസ്ഥ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്താണ് ഇരിക്കുന്ന സമയത്താണ് വഹി ഇറങ്ങുന്നതെങ്കിൽ എന്താ, ഒട്ടകം പോലും ഇരുന്നു പോകുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം ശരിക്കും ഖുർആനിൻ്റെ ആ ഒരു ഭാരം എന്ന് പറയുന്നത് ശക്തമാണ്, നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമാണ്. അത്രയും മഹത്തരമായ ഒരു സംഭവമാണ് ഖുർആൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് യഥാർത്ഥമായ രൂപത്തിൽ അത് ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേവലം ഇങ്ങനെ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ മഹത്വമൊക്കെ ഉൾക്കൊള്ളാത്തൊരു സമൂഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ് ഇറക്കപ്പെട്ടതെന്ന് പോലും ചിന്തിക്കാൻ അറിയാത്ത, മനസ്സിലാക്കാത്ത ആളുകൾ ധാരാളമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും ഈ ഒരു അർത്ഥത്തിൽ അതിനെ നമ്മൾ ഖുർആനിനെ ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, രാത്രിയുള്ള നിസ്കാരം എന്ന് പറയുന്നത് അത് മനസ്സിനെ വല്ലാതെ സ്വാധീനം, നമ്മൾ ഒറ്റയ്ക്കുള്ള നിസ്കാരം, നമ്മൾ മറ്റുള്ള നിസ്കാരം പോലെയല്ല രാത്രിയിൽ നിസ്കരിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു, അള്ളാഹുമായിട്ട് വല്ലാത്തൊരു ടച്ചിങ് ആണ്. അള്ളാഹുവിനെ ശരിക്കും സ്വകാര്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് മാത്രമാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയും. ഈമാൻ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. അത് ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ഈമാനുള്ള ആൾ സ്വാഭാവികമായിട്ടും രാത്രിയിൽ ബാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അയാൾ അറിയാതെ എഴുന്നേറ്റ് പോവും.
തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. സൂറത്തു സജദയിൽ പറയുന്നുണ്ട്. കിടപ്പറയെ അള്ളാനെ പേടിച്ചിട്ടും പ്രതീക്ഷിച്ചും ആ പുതപ്പും ബെഡും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സമയത്തുള്ള വാക്കുകളും ആ സമയത്തുള്ള നിസ്കാരം, ആ സമയത്തുള്ള പ്രാർത്ഥന, ഇതൊക്കെ എന്ന് പറയുന്നത് മനസ്സിന് വല്ലാതെ സമ്മർദ്ദം, മനസ്സിന് വല്ലാത്ത ശക്തമായി അത് സ്വാധീനം ചെലുത്തുന്നതും, അതേപോലെ ഏറ്റവും അക്വമായിട്ടുള്ള, ഏറ്റവും ചൊവ്വായിട്ടുള്ള വാക്കുകളുമാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു സൂചിപ്പിക്കുന്നത്. ആ ഖുറാനിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നതും ആ സമയത്ത് നമ്മൾ പറയുക എന്നുള്ളതുമൊക്കെ തന്നെ അതിന് വലിയ പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട്. അപ്പം ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് മാത്രമുള്ള വചനങ്ങളല്ല. ഏ അത് ഈ നമ്മുടെ ഈമാനിനെ ശരിക്കും ഒരു ഈമാനിനെ ശക്തി കൂട്ടുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അമലുകൾ പെടുന്ന ഒരു വിഷയമാണ്. ഈമാനിനെ ഒന്ന് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് നിങ്ങൾ. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം എന്താ? അവിടെ നിസ്കാരമാണ്. നമ്മുടെ മരുന്ന്, നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത് നിസ്കാരം തന്നെയാണ്. സഹാബത്തും എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്തും അവരൊക്കെ പോയി നിസ്കരിക്കുക ചെയ്യുക. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് കുറേ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുക. സുന്നത്ത് നിസ്കാരമാകുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് പ്രാർത്ഥനകളൊക്കെ വർദ്ധിപ്പിക്കാം. സുജൂദിൽ ധാരാളമായി കിടക്കാം. ധാരാളം ഒറ്റക്ക് എത്ര രൂപത്തിൽ നമുക്ക് ഖുർആൻ ദീർഘമായി പാരായണം ചെയ്യാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് മഅ്മൂമീങ്ങളെ പരിഗണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു മഅ്മൂമീങ്ങളെ പരിഗണിക്കാതെ നിസ്കരിച്ച സമയത്ത് മുആദ് റളിയല്ലാഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞു. ഒരു സുബഹിസ്കാരത്ത് ദീർഘമായി ഓതിയ സമയത്ത് അപ്പോൾ പറയുന്നുണ്ട്, മുആദ് നീ എന്താ ജനങ്ങൾക്ക് ഫിത്ന ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹു റസൂൽ. അപ്പോൾ ബേക്കിലുള്ളവരെ കൂടി പരിഗണിക്കണം. പക്ഷേ സുന്നത്ത് നിസ്കാരങ്ങൾ എന്താണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എത്രയും സമയം നമുക്ക് നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ അള്ളാഹു സുബ്ഹാനഹു തആല ഒന്ന് ഖുർആനിനെ നമ്മൾ വെറുതെ ഒരു പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആനെ കാണരുത്. പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷെ തദബ്ബുർ ചെയ്യണം. ആ ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ഓരോ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മളിത് പഠിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ നന്നായി ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരു മനസ്സ് വെച്ചാൽ മതി. അതൊന്ന് മനസ്സിലാക്കണം, ആശയം ഉൾക്കൊള്ളണം എന്നൊക്കെ. ഇപ്പോൾ ഖുർആൻ നമുക്ക് ഓതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അതിൻ്റെ ഒരു ആശയ തലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അല്ലെങ്കിൽ കേവലം ചില ആളുകൾ അതിനൊരു ആസ്വാദനമായിട്ട് മാത്രം, ഇപ്പോൾ ഖിറാത്ത് എവിടെയാണ് നല്ലത്, നല്ല സൗണ്ട് എവിടെയാണ് എന്നൊരു ഒരു പിന്നെ ഒരു സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന പോലെ ഖുർആൻ ഇഷ്ടപ്പെടാൻ അല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അതല്ല ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ ആശയങ്ങൾ. അതുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ ആയത്തുകൾ ഓതുന്ന സമയത്ത് പൊട്ടിക്കരയുന്നത്, സുജൂദിൽ കിടക്കുന്നത്. സ്വർഗത്തിൻ്റെ ആയത്തുകൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നരകത്തിൻ്റെ ആയത്തുകൾ എത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നരകത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണുകൾ നനയും. ചില സമയത്ത് ഖുർആനെ പാരായണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ ഹദീസുകൾ കാണാം. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അപ്പനോടൊന്ന് പറയണം ഇമാമത്ത് നിൽക്കാൻ. പക്ഷെ ഉപ്പ നിൽക്കണ്ട, ഉപ്പനോട് ഞാൻ പറയൂല എന്നുള്ള രൂപത്തിലൊരു ശൈലി ആണ് ആയിഷ ബീവി ഉപയോഗിക്കുന്നത്. എന്താ ആയിഷ നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ബാപ്പ നിസ്കരിക്കാൻ ഇമാമത്ത് നിന്നാൽ പിന്നിലുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പം എന്താ സംഭവം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലോകത്തിലെ എല്ലാ മുഅ്മിനുകളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കറിൻ്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ അബൂബക്കറിൻ്റെ ഈമാനാണ് കനം തൂങ്ങാന്ന് അറിയില്ലേ. അപ്പോൾ ആ ഒരു അത്രയും ഈമാനുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പാരായണം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം കരയും. ശരിക്കും ഖുർആനിൻ്റെ ആ ആശയ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അത് അവരുടെയൊക്കെ മനസ്സിനെ അത്രയും സ്വാധീനിക്കുന്നത്. നമ്മളെ സ്വാധീനിക്കാതെ പോകുന്നത് നമ്മൾ അതിൻ്റെ ആശയ തലങ്ങളിലൂടെ നമ്മൾ പോകുന്നില്ല, അതിൻ്റെ പുറത്തൂടെ ഉള്ള യാത്ര മാത്രമാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ആ ഖുർആനിനെ അതിൻ്റെ കൃത്യമായ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട്
അതിനെ പാരായണം ചെയ്യാനും അതിനെ പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറയുന്നത് ഈ ഖുർആനിൻ്റെ വിധിവിലക്കുകൾ, അതിൻ്റെ ആശയങ്ങളൊക്കെ വളരെ കനപ്പെട്ടതാണ്, അത് ഗാംഭീര്യം നിറഞ്ഞതാണ് എന്ന് ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ രാത്രിയുള്ള നിസ്കാരം അത് നമ്മുടെ മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിനെ കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അവന് കൃത്യമായ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഈമാനും ഇൽമും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ഖുർആൻ അത് നന്നായി അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ധൈര്യവും ഇൽമും ഈമാനും ഒക്കെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറിയ സമയമാണെങ്കിൽ അള്ളാഹു ഈ സമയത്തെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാം. വബറകാതുഹു.